സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി. സ്വാതി വിഹാറിൽ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതിയുടെ നടപടി. ഈ മാസം 18-ന് കോടതി ശിക്ഷ വിധിക്കും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് ഡൽഹിയിൽ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കലാപത്തിൽ 4000-ഓളം സിഖുകാരാണ് കൊല്ലപ്പെട്ടത്. കലാപത്തിന് നേതൃത്വം കൊടുത്തത് നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ. സ്വാതി വിഹാറിൽ 1984 നവംബർ 1-ന് സിഖ് കുടുംബത്തിലെ അച്ഛനെയും മകനെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് റോസ് അവന്യൂ കോടതി ഇന്ന് സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഈ മാസം 18-ന് കേസിൽ ശിക്ഷ വിധിക്കും. സ്പെഷ്യൽ ജഡ്ജി കാവേരി ബവേദയാണ് കേസിൽ വിധി പറഞ്ഞത്. സിഖ് വിരുദ്ധ കലാപത്തിലെ തന്നെ മറ്റൊരു കേസിൽ നിലവിൽ ജീവപര്യന്തം തടവ് തീഹാർ ജയിലിൽ അനുഭവിക്കുകയാണ് മുൻ MP കൂടിയായ സജ്ജൻ കുമാർ. ഡൽഹി കാന്റിൽ നടത്തിയ കൂട്ടക്കുരുതിയിലാണ് ഇപ്പോഴത്തെ ജയിൽ ശിക്ഷ. 79-ാം വയസ്സിലാണ് മറ്റൊരു കേസിൽ കൂടി സജ്ജൻ കുമാർ ശിക്ഷിക്കപ്പെടുന്നത്. ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി കോടതി വിധിയെ സ്വാഗതം ചെയ്തു. സിഖ് കലാപം പുനരന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഗുരുദ്വാര കമ്മിറ്റികൾ നന്ദി രേഖപ്പെടുത്തി. ജനം, ഡൽഹി.